2025 ഇവിടെ അവതരിപ്പിച്ച ഉപധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന വിനിയോഗ ബില്ലിനെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ സമയം കഴിഞ്ഞു. ഇപ്പുറത്തെ പ്രസംഗം തുടങ്ങി. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്ത് ഞെരുക്കുന്നതിനിടയിലും നിരവധിയായ വികസനക്ഷേമ പദ്ധതികൾ ആണ് സംസ്ഥാന ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കും ക്ഷീരമേഖലയ്ക്കും ടൂറിസം മേഖലയ്ക്കും ഉണർവേകുന്ന നിരവധിയായ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമാണ്. സർ, 14ാം ധനകാര്യ കമ്മീഷൻ ശുപാർശ പ്രകാരം കേന്ദ്ര നികുതി വിഹിതമായി നമ്മുടെ സംസ്ഥാനത്തിന് 2.5% നൽകിയിരുന്നത് നിലവിൽ 1.92% കുറച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റ് ജനവിരുദ്ധവും രാജ്യത്തെ പൗരന്മാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടുള്ളതുമാണ്. രാജ്യം നേരിടുന്ന ഗുരുതര വിഷയങ്ങളും പണപ്പെരുപ്പവും വിലക്കയറ്റവും അഭിസംബോധന ചെയ്യുന്ന യാതൊരു നിർദ്ദേശവും കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സമ്പന്നവർഗ താൽപ്പര്യം സംരക്ഷിക്കുന്ന നയമാണ് മോദി സർക്കാർ ബഡ്ജറ്റിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റ് കമ്പനികൾക്കും സമ്പന്നർക്കും ആനുകൂല്യം വാരിക്കോരി നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യ കുത്തകൾക്ക് അടിയറ വയ്ക്കുന്ന പതിവ് രീതിയിലും മാറ്റം വരുത്തിയിട്ടില്ല. വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരിക്കാനുള്ള ഊർജിത ശ്രമമാണ് BJP സർക്കാർ നടത്തുന്നത്. ഭക്ഷ്യ സബ്സിഡി, തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസം, കർഷകക്ഷേമം, ആരോഗ്യം, ഗ്രാമീണ വികസനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി തുടങ്ങി പൗരന്മാരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ബഡ്ജറ്റ് ശ്രദ്ധ ഊന്നിയിട്ടില്ല. രാജ്യത്തെ പാർശ്വവൽകൃത ജനവിഭാഗം ആശ്രയിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും 1.55 കോടി ഗുണഭോക്താക്കളെ ഒഴിവാക്കിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ചെറുകിട തേയില, ഏലം, കാപ്പി, റബ്ബർ കർഷകർക്ക് കേന്ദ്ര ബഡ്ജറ്റ് നിരാശയാണ് നൽകിയത്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളെയും തുല്യനിലയിൽ കാണേണ്ട കേന്ദ്ര സർക്കാർ കേരളത്തെ ബഡ്ജറ്റിൻ്റെ പടിക്ക് പുറത്തു നിർത്തി കേരളം എന്ന വാക്ക് പോലും ഉപയോഗിക്കാതെ കേരള ജനതയെ ആകമാനം അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. സർ, കേരളത്തിലെ ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം പോലും അവഗണിച്ച് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി തകർത്തു കളയാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. സർ, കഴിഞ്ഞ 8 വർഷത്തെ പ്രവർത്തനം കൊണ്ട് LDF സർക്കാർ കേരളത്തെ സാമ്പത്തികമായും സാമൂഹികവുമായുള്ള സുസ്ഥിര വികസനത്തിന് അടിത്തറ പാകിയിട്ടുണ്ട്. വികസന കാര്യത്തിൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും 1ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് വിഹിതം കേരളത്തിൽ ലഭിക്കണമെങ്കിൽ കേരളം പിന്നോട്ട് പോകണോ എന്നാണ് കേരളത്തിലെ പൊതുജനങ്ങൾ ചോദിക്കുന്നത്. സർ, രാജ്യത്തിലുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ട മുണ്ടക്കയിലെയും ചുരൽമലയിലെയും ജനങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള സഹായം ആവശ്യപ്പെട്ടിട്ടും ഒരു നയാ പൈസ പോലും കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നത് പ്രതിഷേധാർഹമാണ്. വയനാട്ടിലുണ്ടായ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനും 6 മാസമെടുക്കും. സർ, കഴിഞ്ഞ ദിവസവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വയനാട് കളക്ടറേറ്റ് ഉപരോധിക്കുകയുണ്ടായി. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ കാലതാമസം നേരിടുന്നു എന്നായിരുന്നു ആവശ്യം. വയനാട് ദുരന്തമുണ്ടായത് മുതൽ സംസ്ഥാന സർക്കാർ ദുരിതബാധിതരോടൊപ്പം നിന്നുകൊണ്ട് വേണ്ട സഹായം ചെയ്തു നൽകിയിട്ടുണ്ട് എന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കേവർക്കും അറിയാവുന്നതാണ്. ദുരന്തവുമായി ബന്ധപ്പെട്ട് നയാ പൈസ പോലും കേരളത്തിന് നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാതെ സംസ്ഥാന സർക്കാരിനെതിരെയാണ് പ്രതിഷേധിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനായിരുന്നു ഈ നാടകം. ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു നിമിഷം പോലും കാലതാമസം ഉണ്ടാക്കിയിട്ടില്ല എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. 8 വർഷം കൊണ്ട് നവകേരള സൃഷ്ടിക്കായി കേരളത്തെ മുന്നേറ്റ പാതയിലേക്ക് നയിക്കുന്ന LDF സർക്കാരിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ഈ സർക്കാർ 3 വർഷം കൊണ്ട് 11,358 പട്ടികജാതിക്കാർക്ക് 607 ഏക്കർ ഭൂമി വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരമേറ്റ് 3.5 വർഷത്തിനുള്ളിൽ പട്ടയ വിതരണത്തിൽ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം മറ്റേതൊരു സർക്കാരും നൽകിയതിനേക്കാൾ ഈ സർക്കാർ അധികാരമേറ്റ് 3.5 വർഷങ്ങൾക്കുള്ളിൽ 1,80,888 പട്ടയം നൽകുവാൻ മുൻകൈയെടുത്ത വകുപ്പ് മന്ത്രിക്കും LDF സർക്കാരിനും ഈ വേളയിൽ അഭിവാദ്യം അർപ്പിക്കുന്നു. അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ സമഗ്രമായ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരു ആർട്ട് വില്ലേജും വാഗമണിൽ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ലോകപ്രശസ്തമായ സർവകലാശാലകളുടെ സഹകരണത്തോടെ ആഗോള നിലവാരത്തിൽ കലാവിദ്യാലയം രൂപപ്പെടുത്തുകയെന്നതും ദൃശ്യകലയുടെ ഒരു ആഗോള കേന്ദ്രമായി ഇടുക്കി ജില്ലയിലെ വാഗൺ പ്രദേശത്തെ മാറ്റിയെടുക്കുവാൻ
ഈ ആർട്ട് വില്ലേജ് സഹായകരമാകും. സർ, സംസ്ഥാനത്തെ തേയിലത്തോട്ടം മേഖല തകർച്ചയുടെ വക്കിലാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഇളവ് ലഭിച്ച വൻകിട തേയിലത്തോട്ട ഉടമകൾ കൈവച്ചിരിക്കുന്ന 10,000-കണക്കിന് ഏക്കർ തേയില കൃഷി ചെയ്യാതെ കാടുകയറി കിടക്കുകയാണ്. PV നരസിംഹറാവുവും ഡോക്ടർ മൻമോഹൻ സിംഗും ചേർന്ന് കൊണ്ടുവന്ന ആഗോളവൽക്കരണ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് തേയിലത്തോട്ടം മേഖലയുടെ തളർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ തേയിലത്തോട്ടം മേഖലയ്ക്ക് തകർച്ചയിൽ നിന്നും കരകയറുവാൻ സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ 10,000-കണക്കിന് തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആയതിനാൽ തേയില മേഖലയെ തകർച്ചയിൽ നിന്നും കരകയറ്റുന്നതിനും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടാതിരിക്കുവാനും ഒരു സമഗ്രമായ ഒരു നയം നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം എന്ന ആനുകൂല്യം കൈക്കലാക്കുകയും തോട്ടഭൂമിയിൽ കൃഷി ചെയ്യാതെ 25 വർഷത്തിലധികമായി പൂട്ടിയിട്ടിരിക്കുന്ന തോട്ടങ്ങളും തൊഴിൽ നൽകാതെയും തൊഴിലാളികളുടെ ക്ഷേമത്തിനു വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത തോട്ട ഉടമകൾ ഏതെങ്കിലും കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കുകയോ മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് അത് നടത്തിക്കുവാൻ ശ്രമം നടത്തുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനയോഗ ബില്ലിനെ ഒരിക്കൽ കൂടി അനുകൂലിച്ചുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും.